ഇട ദിവസവും ഉണ്ടാണെന്ന് തോന്നുന്നു. ഇന്ന് ഹാർബറിൽ മീൻ പൊതുവെ കുറവായിരുന്നു, ബോട്ടും കുറവായിരുന്നു. പക്ഷെ വന്നിറങ്ങിയായില്ല, അത് പോത്തനായിരുന്നു കേട്ടാ. ഒരു പോത്തനായില്ല. ഞാൻ സുരേഷ് പാപ്പനെ കാണിച്ചപ്പോൾ കിടിലൻ കടൽ വറ്റ പുള്ളി എന്നെ കാണിച്ചു തന്നു. മതിച്ചല്ലെങ്കിലും അത്യാവശ്യം സൈസായിരുന്നു സാധനം. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കിടിലൻ പാമുള്ളൻ, CD പപ്പടം എന്നൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ പറയാം. സാധനം കൊണ്ടുപോയി വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നൈസാണ്. പിന്നെ എൻ്റെ കണ്ണുടക്കിയത് നല്ല നീലക്കാലം ഞണ്ടിലായിരുന്നു. ഇതൊന്നും അധികം കിട്ടാനില്ല, ഒരു കണ്ടെയ്നർ കിട്ടിയാൽ കിട്ടി. കണ്ട നല്ല രസമില്ല അതിൻ്റെ കാല് കാണാൻ. പൊതുവേ മാർക്കറ്റ് മത്സ്യം ഇന്ന് കുറവായിരുന്നു. കണ്ട നിസ്സാരം. അപ്പോഴാണ് പൂരംകാർ പുതിയ വണ്ടി എടുത്തെന്നും പറഞ്ഞ് ലഡു കൊണ്ടേ തന്നത്. കാലത്തെ ഒരു ലഡു അങ്ങോട്ട് കയറ്റിയപ്പോ ആരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക്, താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. പെരുമഴയത്ത് പച്ച കയറ്റി ഡോറടക്കണ സീനാണ് നീ കണ്ടുകൊണ്ടിരിക്കണത്. ഹൗ പെട്ടെന്നായിരുന്നട്ട മഴ വന്നത്. എല്ലാ പ്രാവശ്യത്തെയും പോലെ പെരുമഴയത്ത് മീൻ ചായ്ക്കാനായിട്ട് നിന്നുണ്ട് മനോഷേട്ടനും ശ്രീത്തേട്ടനും. ABK കമ്പനിക്ക് ഒരു മാതൃകയായി മാറി. മാതൃകയാവാൻ ഞങ്ങൾക്കും അറിയാമെന്നും പറഞ്ഞു കുട്ടൂച്ചേട്ടനും കുമാരേട്ടനും അബുവും ഷൈജു ചേട്ടനും ഉല്ലാസേട്ടനും അനിൽ രാജേട്ടനും കൂടി പെരുമഴയത്ത് ABK പച്ചവണ്ടി അങ്ങോട്ട് കയറ്റി. മഴ നേരത്തെ എത്തും പാലക്കാട്. താൻ എന്താ കാണിക്കുന്നത്? All the dreams like twinkle stars. The twinkle stars like glowing gems. ആഹാ എപ്പോ എക്സ്പോർട്ടിങ് സൈഡിലും പണി കുറവായിരുന്നട്ടാ. ആകെ ഒരു ഇത്തിരി ചെമ്മീനെ ഉണ്ടായിരുന്നുള്ളൂ. കണ്ട ചെമ്മീൻ നമ്മുടെ കമ്പനിയാണ് എടുക്കണേന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മറിച്ചടിച്ചു കൊണ്ടുപോകാൻ കുട്ടൻ ചേട്ടനും ടീംസോടെ ഉണ്ടായി. ആകെ ടയേർഡായി. 11 മണിയുടെ ഇടച്ചായ കുടിക്കാൻ പോയാലോ? അതിന് സമയമായില്ലല്ലോ, നീ ഇപ്പൊ വന്നേലുള്ളൂ. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ? ദീ കണ്ണ തിരിയാനുണ്ടല്ല പേള് കമ്പനി എടുത്താണ്. ഞാനും അജിലും ഫ്രെഡിയും ഷൂട്ടരും പേള് കമ്പനിയിലായിരുന്നട്ടാ. കൊള്ളാം, എവനാള് കൊള്ളാം. എന്താ പേര്? പൊന്നപ്പൻ. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ? പൊന്നപ്പൻ എന്ന് പറഞ്ഞത് എന്റെ പേരാണ്, ഇതിന്റെ പേരല്ല. നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ. തങ്കപ്പൻ. അങ്ങനെ പേള് കഴിഞ്ഞപ്പോൾ ഞാൻ TCM കമ്പനിയുടെ അങ്ങാട് പോയട്ടാ. സുനിച്ചേട്ടനും മെവിനും അതേപോലെ ശ്രീമോൻ ചേട്ടനും വീട്ടി ചേട്ടനുമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇനി തിന്നാ എനിക്ക് മുട്ടൻ പണി കിട്ടും. എന്നാ പിന്നെ വെറുതെ ഇരിക്കല്ലേ, അളിയന്റെ കടയിൽ പോയി ഒരു ഉപ്പുമാങ്ങ കുടിച്ചളയാന്നും കരുതി ഞാൻ അങ്ങാട് പോയി. നല്ല കിടിലൻ ഉപ്പുമാങ്ങയിൽ ഒരു പൊടിക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല തണുത്ത സോഡ പൊട്ടിച്ചൊഴുകി. അതാണ് ഉപ്പുമാങ്ങ സോഡ. അങ്ങനെ ആ ഉപ്പിലോട്ട് സോഡ ഒഴിച്ച് കഴിയുമ്പോണ്ടല്ല അതിങ്ങനെ പതഞ്ഞു പൊങ്ങി വരും. കണ്ട ഇതിങ്ങനെ കിടിലൻ എനർജി ഡ്രിങ്കാണ്. അതിൻ്റെ ഒപ്പം ആ ബാക്കി വന്ന മാങ്ങയും കൂടി തിന്നുമ്പോ വൗ. അങ്ങനെ ഇന്നത്തെ പണി കഴിഞ്ഞ് ബാക്കിയുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ പിന്നെ വരാം. ഇപ്പൊ പോണ്. ബൈ.